നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുടുംബശ്രീയിൽ നിന്ന് നിന്റെ ശാരദാമ്മ കൊണ്ട് കൊടുത്ത സ്നേഹമാ. വയറ് നിറച്ച് കഴിക്ക്. വാങ്ങിക്കടാ. മനസ്സുകൊണ്ട് സ്വന്തം ജീവിതത്തെ ശപിക്കുന്നൊരവസ്ഥയില്ലേ? ഞാനിപ്പോ അങ്ങനെ ഒരു അവസ്ഥയില്ല മോനെ. മനസ്സും ശരീരവും ഒരുപോലെ തളർന്ന പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പുണ്ടാവില്ല. ഇപ്പം മോൻ ആവശ്യം എല്ലാം തരണം ചെയ്യാനുള്ള ശക്തിയാ. പരീക്ഷണങ്ങൾ പലതും ഉണ്ടാവും. എന്നാ സർവേശ്വരനെ മറന്ന് ഒന്നും ചെയ്യരുത്. ഒരു വാക്കുപോലും എതിര് പറയുകയും ചെയ്യരുത്. ഈ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ തരുന്നത് പോലെ തന്നെ നിങ്ങൾക്കൊരു നല്ല കാലം ഈശ്വരൻ തരും. ഒന്നും കാണാതെ സർവേശ്വരൻ ഇങ്ങനെ നമ്മളെ ഇട്ട് കഷ്ടപ്പെടുത്തില്ലല്ലോ. നല്ല കാലം. അങ്ങനെയൊന്ന് നോക്കിയിരിക്കുന്ന പണിയൊക്കെ വിഷ്ണു അങ്ങ് നിർത്തി. നോക്കിയിരുന്നിട്ട് കിട്ടുന്നത് മുഴുവൻ പണിയാ. നല്ല എട്ടിന്റെ പണി. ഇനിയെല്ലാം ശരിയാകുമെന്ന് പറയുന്ന വിഷ്ണുവിനെ അല്ല, ഇനിയെല്ലാം ശരിയാക്കണമെന്നുള്ള ഉറച്ച മനസ്സോടെ പറയുന്ന വിഷ്ണുവിനെയാ ശാരദാമ്മേനെ കാണാൻ പോകുന്നേ. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. താഴ്ന്നു നിൽക്കുന്തോറും തലയെ ചവിട്ടിക്കൊണ്ടേയിരിക്കുക. ആ ചവിട്ടുകൊള്ളാതെ നിവർന്ന് നിൽക്കാൻ പറ്റുമെന്ന് ഞാനിപ്പോ ശ്രമിച്ചു നോക്കിക്കൊണ്ടിരിക്കുക ശാരദാമ്മേ. എല്ലാം ശരിയാവും മോനെ. ശാലിനിയും മോനും ഒന്നിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. അന്ന് ഇന്ന് നിങ്ങളെ പരിഹസിക്കുന്നവർക്കെല്ലാം അസൂയ ഉണ്ടാക്കുന്ന വിധത്തിൽ നിങ്ങൾ ജീവിച്ചു കാണിക്കണം. പരസ്പരം സ്നേഹിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന രണ്ടുപേർ. അതെന്റെ ഒരു ആഗ്രഹം മോനെ. ഞാൻ വിളിക്കുന്ന എന്റെ ഈശ്വരന്മാരോട് ഞാൻ പറയുന്നതും അത് തന്നെയാ. നിങ്ങൾക്ക് വേണ്ടി കൃഷ്ണനെ വിളിച്ച് ശല്യം ചെയ്യാത്ത ഒരു നേരം പോലും ഇല്ല മോനെ എന്റെ ജീവിതത്തില്. ശാരദാമ്മയുടെ കൃഷ്ണ ഭഗവാന് ഞങ്ങളോട് വലിയ അസൂയ. ഈ പ്രണയത്തിന്റെ കാര്യത്തിൽ ഭഗവാനെ മറികടക്കാൻ ആർക്കും സാധിക്കില്ലല്ലോ. ശാലിനിയോട് എനിക്കുള്ള ഇഷ്ടവും പ്രണയത്തിന്റെ ആഴം അളക്കാൻ ഭഗവാന് പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതിന്റെ ഒരു കെറിവ് മൂപ്പർക്കുണ്ടാവും. അങ്ങനെയല്ല മോനെ. അതായിരിക്കും ഞങ്ങളെ എങ്ങനെ രണ്ടാക്കി കണ്ട് ആനന്ദിക്കുന്നുണ്ടാവാ. എന്നാലും ഇതിനൊരു അവസാനം ഉണ്ടാവുമല്ലോ. മരിക്കുന്നതിന് തൊട്ടു മുമ്പെങ്കിലും കുറച്ച് സമയമെങ്കിലും അത് മതി ശാരദാമ്മേ. ഒന്നിച്ചെന്ന് കാണിച്ചു കൊടുക്കും. ഞങ്ങളെ അകറ്റി നിർത്തുന്ന ഭഗവാന്മാർക്കും പിന്നെ ഞങ്ങൾ ഒരിക്കലും ഒന്നിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവർക്കും കാണിച്ചു കൊടുക്കും. ഞാൻ പോട്ടെ മോനെ. ഇനിയും നിന്നാ ഞാനും കരയും, നീയും കരയും. മനസ്സ് വിഷമിപ്പിക്കരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു വാക്ക് പറയാനാവില്ലല്ലോ. പ്രാർത്ഥിക്കുക, ഈശ്വരനെ വിളിക്കുക. ഈ പ്രതിസന്ധി തരണം ചെയ്യാനുള്ള ശക്തി ഉണ്ടാവണേന്നും ശത്രുക്കളുടെ ശക്തി കുറച്ച് തരണേയെന്നും നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. മോനത് കഴിക്കണം. മോന് ഇഷ്ടപ്പെട്ട കറികളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാ ഞാൻ വരട്ടെ. ആഹാ, കൊള്ളാലോ. എന്താണ് 2.5 മണിക്കൂറുള്ള സിനിമാ കഥ പറയാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് കണ്ണീർ കഥയാണെന്ന് തോന്നുന്നല്ലോ ശാരദാമ്മേ. എന്താ നിർത്തിയത്? 1 മണിക്കൂർ കൂടി അങ്ങ് പറഞ്ഞോടാ. ഈ കളക്ടറുടെ അമ്മയും അകത്ത് കിടക്കുന്ന കളക്ടർ ചങ്കുമൊക്കെ ആകുമ്പോ ഒരു 3-3.5 മണിക്കൂർ പറയാനുള്ള
ബാഹുബലി കഥ തന്നെ പറയണം. കഥക്കിടയിൽ ഒരു വില്ലന്റെ പരിവേഷത്തോടു കൂടിയുള്ള എന്റെ വരവ് കുഴപ്പമായില്ലേ? അല്ലേലുവേ ഈ എല്ലാ കഥയിലും പോലീസ് വില്ലനാണല്ലോ. കള്ളനും പിടിച്ചുപറിക്കാരനും കൊലയാളിയൊക്കെ നായകന്മാരും. പാവം വില്ലൻ പോലീസ് പട്ടിയെ പോലെ കിടന്ന് അടി വാങ്ങിച്ചു കൂട്ടുകയും വേണം. പക്ഷേ ഇവിടെ കഥ നേരെ തിരിച്ച. വില്ലൻ പോലീസ് അടി മേടിക്കില്ല, നല്ലവണ്ണം കൊടുക്കും, നല്ല ഭംഗിയായിട്ട് കൊടുക്കും. നായകന് അടികൊണ്ട് ചോര തുപ്പുന്നവരെ കൊടുക്കും. ശാരദാമ്മ വെക്കോ. പോലീസുകാരാണെങ്കിലേ ഈ കണ്ണി ചോരയില്ലാത്തവരൊന്നും അല്ല നമ്മള്. അതുകൊണ്ടാ ഇവനിതിന് നല്ല ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് വിളിച്ചു പറഞ്ഞത്. ഇനിയും ഭക്ഷണം വല്ലതും വേണമെങ്കിൽ ഞാൻ വിളിച്ചു പറയാം. ശരി. ഓ, കുടുംബശ്രീ ഹോട്ടലിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ നിനക്കും ആഗ്രഹം കാണില്ലേ? എന്നാ ഭക്ഷണം എടുത്ത് വെക്കാൻ പറയട്ടോ. ആ, പറയാം. വിജയ സാർ, നീ കഴിക്കേ, വയറ് നിറച്ച് കഴിക്കേ. സാർ, ഇങ്ങനെയൊക്കെയുള്ള സഹായമല്ലേ എനിക്ക് നിനക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റൂ. അതങ്ങോട്ട് കൊടുക്കണോ, അവൻ വയറ് നിറച്ച് കഴിക്കട്ടെ. വാങ്ങിച്ചോടാ. കുടുംബശ്രീയിൽ നിന്ന് നിന്റെ ശാരദാമ്മ കൊണ്ട് കൊടുത്ത സ്നേഹമാ. വയറ് നിറച്ച് കഴിക്ക്. വാങ്ങിക്കടാ. ആ, നിറച്ച് കഴിച്ചോണം, ഒരു വറ്റ് പോലും താഴെ കളയാതെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.